നമസ്കാരം, എല്ലാവർക്കും ഇടുക്കി എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ആദ്യ എന്ന് പറയുന്ന 4ാം ക്ലാസ്സുകാരിയുടെ അടുത്തേക്കാണ്. ആദ്യമോള് അർമേനിയയിലേക്ക് ലോകസുന്ദരി മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പം ആദ്യമോൾ താമസിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം മോളുടെ അനുഭവങ്ങളും ലോകസുന്ദരി മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിൻ്റെ ട്രെയിനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് ചോദിച്ചറിയാം. നമ്മൾ ആദ്യമോളുടെ വീട്ടിലെത്തിയേക്കുവാണ്. അപ്പോൾ നമുക്ക് ആദ്യമോളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നമസ്കാരം. ആദ്യമോള് എത്രയല്ലേ പഠിക്കുന്നത്? എവിടെ? അല്ലേ? ഈ മോഡൽ രംഗമൊക്കെ എങ്ങനെയാ, അതിനെ കുറിച്ചൊക്കെ അറിഞ്ഞതൊക്കെ? എനിക്ക് മോഡലിങ്ങിന് ചേർന്നതെന്ന് വെച്ചാൽ മിസ് വോൾക്ക എന്ന് വെച്ചാൽ എനിക്കത് വേണമെന്നുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര ക്രേസാണ് എനിക്ക് അതിനെപ്പറ്റി. അതുകൊണ്ട് അതിനുവേണ്ടിയാ ഈ മോഡലിങ്ങും ചെയ്തത്. അപ്പം ഞാൻ പങ്കെടുക്കുന്ന ഓരോ ഷോകളും അതിന് വേണ്ടി ഒരു അറ്റംപ്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇത്ര ചെറുപ്പത്തിൽ എങ്ങനെയാണ് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയത്? അത് ഇപ്പം ഞാൻ ഫസ്റ്റ് സുന്ദരിക്കുട്ടിയിലാണ് പോയത്. ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പം അതിന്റെ പടങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു മോഡലിങ്ങിന്റെ ഒക്കെ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫേസ്ബുക്ക് പേജാണോ? ഫേസ്ബുക്കില് ഓരോ ഫാഷൻ ഷോയുടെ ഇങ്ങനെ വന്നിട്ടുണ്ട് പണ്ടത്തെ ഒക്കെ. അപ്പൊ അത് കണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എത്ര വയസ്സുണ്ടാവും? മൂന്നിലൊക്കെ പഠിക്കുമ്പോ? മൂന്നിലൊക്കെ ഒരു 8 വയസ്സൊക്കെ. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ. ഈ കൊറോണയൊക്കെ സമയത്താണ് അതിനെ കുറിച്ച് കൂടുതൽ. വീട്ടിലെങ്ങനെയായിരുന്നു അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ? സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ടി വി ചാനലൊക്കെ കാണാറുണ്ടോ? ടിവിയിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ മോളിങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് പഠിച്ചേ? ക്യാറ്റ് വാക്ക് അമ്മു ചേച്ചി എന്നെ പ്രോഗ്രാമിൽ വാക്യം പഠിപ്പിച്ചു, നന്നായിട്ട് വാക്യം പഠിപ്പിച്ചു. പിന്നെ അവരും ചെറുതായിട്ട് ഗ്രൂമിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മു ചേച്ചി എന്ന് പറയുന്ന ആള്? അമ്മു ചേച്ചി മോഡലാ. അമ്മു ചേച്ചി എവിടെയുള്ള? ഇടുക്കിയിലുള്ളതാണോ? ഓൺലൈനായിട്ട് പഠിപ്പിച്ചു. അപ്പൊ അത് എളുപ്പമാണോ അങ്ങനെ പഠിക്കാൻ? എളുപ്പമാണ്. തെറ്റൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, അങ്ങനെ ശരിയാക്കി. ഇപ്പൊ അതിന്റെ ഒരു പ്രാക്ടീസ് തുടങ്ങിയത് ഈ 7 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സ് സമയത്തായിരുന്നു. ഈ വർഷം കഴിഞ്ഞ വർഷമൊക്കെ അമ്മു ചേച്ചി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു മോഡലിങ്ങിന്. അങ്ങനെ ഇപ്പൊ ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരു മത്സരമുണ്ട്, അതിൽ പങ്കെടുക്കാന്നൊക്കെ എങ്ങനെ അറിഞ്ഞു? നമ്മള് ഫേസ്ബുക്കിൽ കണ്ടു. സുന്ദരിക്കുട്ടി ബ്യൂട്ടി കോൺടെസ്റ്റ് ഞാൻ ഫസ്റ്റ് പങ്കെടുത്തേ. അപ്പൊ അതിന്റെ ഒരു പരസ്യം പോലെ ഫേസ്ബുക്കിൽ കണ്ടു. അങ്ങനെ നോക്കിയപ്പം ഏജും ഇതൊക്കെ നോക്കി, ടാലന്റ് അതൊക്കെ നോക്കിയിട്ട് ചേർന്നു. ഇങ്ങനെയാണ്. സ്കൂളിലൊക്കെ എങ്ങനെ ടീച്ചർമാരുടെ സപ്പോർട്ട്? അങ്ങനെയുണ്ട്. എല്ലാവരും അങ്ങനെ കിട്ടിയപ്പോഴൊക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കൺഗ്രാജുലേഷൻസ്, എല്ലാവർക്കും സപ്പോർട്ടുണ്ട്. സ്കൂളിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഒരു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ നടത്തണമെന്നൊക്കെ സ്കൂളിലോട് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും പ്രോഗ്രാം ഇതുപോലെ ചെയ്യുന്നു? ആണല്ലേ, അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം വേറെ കൂട്ടുകാർക്കൊക്കെ ഇതിനോട് താല്പര്യമുണ്ടോ? ഇങ്ങനെ അവർക്ക് ഉപദേശമൊക്കെ കൊടുക്കാറുണ്ടോ? ഉണ്ടല്ലേ, ടിവിയിലൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോ. ഇപ്പൊ ആദ്യം മത്സരത്തിന് പോയത് 6 വയസ്സുള്ള സമയത്തോ? വയസ്സുള്ള സമയത്ത്. അപ്പൊ ഇവിടുന്ന് ആരാ കൊണ്ടുപോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നതൊക്കെ? കാര്യങ്ങൾ ഞാൻ പറഞ്ഞ അമ്മ ചേച്ചി ഹെൽപ്പ് ചെയ്തു. പിന്നെ അച്ഛനും അമ്മയും കൂടെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് നന്നായിട്ട് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രാക്ടീസ് ചെയ്യാൻ ഡാൻസ് ടാലന്റ് റൗണ്ടിലൊക്കെ ഡാൻസ് കളിക്കും. പിന്നെ എന്റെ ചിറ്റ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെൽഫ് ഇൻട്രഡക്ഷൻ പറഞ്ഞിരുന്ന ചിറ്റയാണ്. പിന്നെന്താ, എന്റെ അമ്മയും ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട് അതിനൊക്കെ. മേക്കപ്പ് മമ്മി നന്നായിട്ട് ചെയ്യും. മേക്കപ്പ് ഒക്കെ മമ്മി. ഈ ഒരു സംവിധാനത്തില് നമ്മൾ എന്തെല്ലാം കാറ്റഗറിയിലാണ് നോക്കുന്നത്?
കാറ്റഗറി എന്ന് വെച്ചാൽ ഏജ് കാറ്റഗറി. ഏജ് കാറ്റഗറി പിന്നെ ഓരോ ഇത് കാണുമല്ലോ ഇപ്പൊ ബുദ്ധിപരമായിട്ടും അല്ല ഓരോ ബെസ്റ്റ് ടാലന്റ്, എക്സ്ട്രീം ടാലന്റ്, പിന്നെ ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻ എനിക്ക് കിട്ടി. പിന്നെ സെക്കൻഡ് റണ്ണർ വന്നു. ഇങ്ങനെ ബെസ്റ്റ് പിന്നെ പാലക്കാട് ഒരു പ്രോഗ്രാമിന് പോയായിരുന്നു. ആരും എനിക്ക് ബെസ്റ്റ് ഹെയർ, ബെസ്റ്റ് ബ്യൂട്ടി, ബെസ്റ്റ് ഫോട്ടോഗ്രാഫി തുടർന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ആരാ സഹായിച്ചത് പിന്നീട്? പിന്നീട് അതുപോലെ ചിറ്റയും അമ്മ ചേച്ചിയും എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് മെമ്പേഴ്സ് ഒക്കെ ഉണ്ട് ഇതിന്? ഒരു 3 ദിവസം പ്രോഗ്രാം, 2 ദിവസം അവർ തന്നെ ഗ്രൂം ചെയ്യുന്നുണ്ട്, എന്നിട്ട് 3rd ദിവസം ഫൈനൽ. ഈ ഒരു ലോകസുന്ദരി എന്നുള്ള ഒരു സംവിധാനത്തിലോട്ട് എങ്ങനെ അർമേനിയയിലേക്ക് പോകാനുള്ള ഒരു അവസരമൊക്കെ എങ്ങനെയാണ്? ഫാഷൻ ആൻഡ് ഇന്റർനാഷണലാണ് പോയത്, ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ. അതിലെ CEO ആയിരുന്നു അരുൺ സർ. പിന്നെ അതിലെ കൊറിയോഗ്രാഫേഴ്സ് ആണ് അമൽ ദാസ് സർ ആൻഡ് ലിയോൺ പ്രിൻസ് സർ. അവര് എല്ലാ ദിവസവും എന്നെ ഈ ഫാഷൻ ആൻഡ് ഇന്റർനാഷണലിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരാണ് ഈ അർമേനിയയിലേക്ക് പോകാൻ വേണ്ടി ഒരു ചാൻസ് തന്നത്. ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ ടെൻഷൻ ഉണ്ടോ പോകാൻ? ആദ്യമേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ആ ഗ്രൂമിംഗ് ഒക്കെ അവിടുന്ന് അമ്മ ചേച്ചിയൊക്കെ ഗ്രൂമിംഗ് വന്നപ്പോൾ ഫ്രണ്ടായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഫസ്റ്റിലെ ആ ഒരു വേദിയിലോട്ട് ചെന്നപ്പോ ക്യാറ്റ് വാക്ക് എന്ന സംവിധാനമൊക്കെ ഇല്ലേ? അപ്പൊ ആ ഒരു സംവിധാനമൊക്കെ ചെയ്തപ്പോ പേടിയുണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു? ചെറുതായിട്ട് ആദ്യത്തെ പ്രോഗ്രാമിലൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ മാറി. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ കുറെ ഷോ പങ്കെടുത്തോണ്ട് ടെൻഷൻ മാറി. വേറെ എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ എവിടെന്നെങ്കിലും അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ? ആ സമ്മാനങ്ങൾ കൂടുതലായിട്ട് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഡ്രോയിങ് കോൺടെസ്റ്റിൽ പോയിട്ട് അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അങ്ങനെ കുറെ പ്രൈസസ് കിട്ടിയിട്ടുണ്ട്. പാട്ട് പാടുന്നല്ലോ പറഞ്ഞേ, ഒരു പാട്ട് പാടിയാലോ? മണ്ണിന്റെ മക്കളുടെ പാട്ട് കേൾക്കാതെ പോകുന്നൊരേ ഉണ്ണുന്നതും ചെൽവതുമെല്ലാം ഞങ്ങളുടെ ചോരയാണേ. മണ്ണിന്റെ മക്കളുടെ പാട്ട് കേൾക്കാതെ പോകുന്നൊരേ നിങ്ങള് ഉണ്ണുന്നതും ചെൽവതുമെല്ലാം ഞങ്ങളുടെ ചോരയാണേ. സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഇഷ്ടമാണോ? ഞാൻ ഓൾറെഡി ഒരു ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗോമതി പൈ ഡാൻസ് കവേഴ്സ് നോട്ടീസർ ചെയ്തൊരു ആൽബമാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ. അതുകൊണ്ട് ചാൻസ് കിട്ടുവാണെങ്കിൽ എന്തായാലും അഭിനയിക്കും. ഇടുക്കി ജില്ലയിൽ നിന്ന് ആദ്യമായിട്ടല്ലേ ഒരു കൊച്ചുകുട്ടി പോകുന്നത് അത് അല്ലേ? ലോക സുന്ദരി മത്സരത്തിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പം വേറെ കൂട്ടുകാരെ ഇനി അതുപോലെ കൊണ്ടുവരാനൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അവർക്കൊരു ഇൻസ്പിറേഷൻ ആവുമായിരിക്കും നമ്മളല്ലേ ഭാവിയിൽ. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അർമേനിയയിലേക്കുള്ള യാത്രയ്ക്ക് എന്താ ഡേറ്റ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്? ഡേറ്റ് ഒക്കെ സെപ്റ്റംബറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2-3 മാസം ഉണ്ടല്ലേ? ഞാൻ താങ്ക് യു പറയുന്നത് ലിവിൻ സാറിനോടും പിന്നെ ടീച്ചറിനോടും ടീച്ചേഴ്സും ഫാമിലിയും കൊറിയോഗ്രാഫേഴ്സ് അങ്ങനെ CEO എല്ലാവരും നന്നായിട്ട് താങ്ക് യു പറയുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്ക് വലിയ താങ്ക്സ്. അതിന്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണോ? ഓൺലൈൻ ആണോ അതോ ഓൺലൈൻ? റാമ്പ് വാക്ക് തുടങ്ങുന്നുണ്ട്. അല്ല ഓൺലൈൻ ചെയ്തോണ്ടിരിക്കുക. ബാക്കിയുള്ളവരെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഈ ഇൻട്രൊഡക്ഷൻ അതുപോലെയുള്ള കാര്യങ്ങൾ അതൊക്കെ എന്റെ ചിറ്റ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞായിരുന്നു. അവിടെ എത്ര ദിവസത്തെ പ്രോഗ്രാം എന്നൊക്കെ അറിയോ? എത്ര ദിവസം ഹോൾഡ് ചെയ്യണം? ഇതിന് 5 days. ഇതിപ്പോ ഈ കാറ്റഗറി ഏജ് കാറ്റഗറി ഉണ്ടല്ലേ? അത് അവിടെ 6 to 9 ഓരോ കാറ്റഗറി അവിടെ മത്സരം നടക്കുന്നുണ്ട്. നമ്മൾ 6 to 9 വരെ ഉള്ളതിൽ പങ്കെടുക്കും. നമുക്ക് ഇടുക്കിയിലേക്ക് കൊണ്ടുവരല്ലേ? കിരീടം കൊണ്ടുവരണം കേട്ടോ. അതിനുള്ള എല്ലാ ആശംസകളും നമ്മൾ ഇടുക്കി എക്സ്പ്രസ്സിൽ നിന്ന് അറിയിക്കുകയാണ് കേട്ടോ. ഓക്കെ.